കോരിച്ചൊരിയുന്ന മഴയത്ത് അരുൺ കാറിൻ്റെ സ്റ്റിയറിംഗ് പതുക്കെ തിരിച്ചു. പുതിയ കാറിൻ്റെ മണം പോലും അവനൊരു സ്വപ്നം പോലെയായിരുന്നു. കയ്യിലുള്ള ചെറു സമ്പാദ്യങ്ങൾ ഒതുക്കി വർഷങ്ങളോളം നെഞ്ചിൽ സൂക്ഷിച്ച ഒരാഗ്രഹം, അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം, അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. റോട്ടിലൂടെ കാർ ഓടിക്കുമ്പോൾ അരുണിൻ്റെ മനസ്സ് പഴയ ദിവസങ്ങളിലേക്ക് ഒഴുകി. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അമ്മ, ചൂടും മഴയും വകവയ്ക്കാതെ സൈക്കിളിൽ പോയി വന്ന അച്ഛൻ, അവരുടെ മുഖത്തെ ക്ഷീണത്തിന് മുൻപിൽ ഈ കാറ് ഒന്നുമല്ലെന്ന് അവന് തോന്നി. ഈ കാറിൽ ആദ്യമായി കയറേണ്ടത് എൻ്റെ അച്ഛനും അമ്മയുമാണെന്ന് അവൻ തീരുമാനിച്ചു. അച്ഛനെയും അമ്മയെയും എത്തി ടൗൺ മുഴുവൻ ചുറ്റണം. അവരുടെ കണ്ണുകളിലെ സന്തോഷം നിറയുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണണം. ആ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് അരുൺ ഇപ്പോൾ കാറോടിച്ചു പോകുന്നത്. സ്നേഹവും സ്വപ്നങ്ങളും നിറഞ്ഞ തൻ്റെ കൊച്ചു വീട്ടിലേക്ക്, അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് അവൻ പതുക്കെ പോകുകയാണ്. എന്നാൽ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു. കാറിൻ്റെ ചില്ലിൽ മഴത്തുള്ളികൾക്കിടയിൽ അരുൺ മുന്നോട്ട് നോക്കി കാർ ഓടിക്കുകയായിരുന്നു. അപ്പോഴാണ് വഴിയരികിൽ ഒരു കാഴ്ച അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. നനഞ്ഞ വസ്ത്രങ്ങളുമായി കുലുങ്ങുന്ന കൈകൾ നീട്ടി ഒരു പാവപ്പെട്ട വൃദ്ധ മഴയിൽ പൂർണ്ണമായി നനഞ്ഞ് സഹായം തേടി റോഡരികിൽ നിൽക്കുകയായിരുന്നു. അരുൺ കാർ പെട്ടെന്ന് ബ്രേക്കിൽ വെച്ചു. കാർ പതുക്കെ നിർത്തി. ഒരു നിമിഷം അവൻ്റെ മനസ്സൊന്ന് മന്ത്രിച്ചു. ഈ കാറിൽ ആദ്യമായി കയറേണ്ടത് എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു. പക്ഷേ ഈ വൃദ്ധയെ ഇങ്ങനെ ഈ മഴയിൽ നനഞ്ഞു വിട്ടുപോയാൽ അത് തന്നെയായിരിക്കും ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അരുൺ ആലോചനയ്ക്ക് അവസാനം കൊടുത്തില്ല. കാർ ഡോർ തുറന്നു. വരൂ അമ്മേ, കാറിൽ കയറൂ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ അരുൺ ആ വൃദ്ധയെ കാറിൽ കയറ്റി. മഴയ്ക്കുള്ളിൽ നനഞ്ഞ ആ വൃദ്ധയുടെ വേദനയ്ക്ക് മുന്നിൽ ആദ്യയാത്രയുടെ ആഗ്രഹം പോലും അരുൺ മറന്നുപോയിരിക്കുന്നു. അരുൺ പതുക്കെ കാർ ഓടിച്ചുകൊണ്ട് വൃദ്ധയെ നോക്കി, അമ്മേ, എവിടേക്കാണ് പോകേണ്ടത്? ഞാൻ കൊണ്ടുവിടാം എന്ന് സ്നേഹത്തോടെ ചോദിച്ചു. വൃദ്ധ ഒരു നിമിഷം മൗനത്തിൽ കാറിലിരുന്നു. മഴയുടെ ശബ്ദത്തിനിടയിൽ അവളുടെ നെഞ്ചിൽ നിന്നൊരു തേങ്ങൽ പൊട്ടി വന്നു. വൃദ്ധയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എനിക്ക് ആരുമില്ല മകനെ, കുലുങ്ങുന്ന ശബ്ദത്തിൽ ആ വൃദ്ധ പറഞ്ഞു. എന്നെ ഒന്ന് സഹായിക്കണം. ആ വാക്കുകൾ പറഞ്ഞു തീരുന്നത് മാത്രം അടുത്ത നിമിഷം തന്നെ ആ അമ്മ കാറിൻ്റെ സീറ്റിൽ പതുക്കെ കുഴഞ്ഞു വീണു. അരുൺ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് ബ്രേക്കിൽ ശക്തിയായി കാൽ വെച്ചു. കാർ അവിടെ നിന്നു. മഴയുടെ നിശബ്ദത ഒന്നായി. ആ നിമിഷം അരുണിൻ്റെ ഹൃദയം ശക്തിയായി ഇടിച്ചു. അവൻ്റെ മുൻപിൽ സഹായം തേടിയെത്തിയ ആ അമ്മ അനങ്ങാതെ ഇപ്പോൾ തൻ്റെ കാറിൽ കിടക്കുകയാണ്. അരുൺ വീണ്ടും വീണ്ടും അമ്മേ അമ്മേ എന്ന് ഉറക്കെ വിളിച്ചു. കണ്ണു തുറക്കൂ, കേൾക്കുന്നുണ്ടോ? പക്ഷേ മഴയുടെ ശബ്ദം മാത്രമാണ് മറുപടിയായത്. വൃദ്ധ കണ്ണുകൾ തുറന്നില്ല. ശരീരം പൂർണ്ണമായി ക്ഷീണിച്ചു. അനങ്ങാതെ കിടക്കുകയാണ്. അരുൺ ഭയന്നുപോയി. ഒരു നിമിഷം പോലും ഇനി വേഗിക്കാൻ പാടില്ലെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ കാറിൻ്റെ എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക് ചവിട്ടി ആക്സിലേറ്റർ ശക്തിയായി കാൽവെച്ചു. മഴയും വഴിയും ഒന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവൻ്റെ മുന്നിൽ ഒരേയൊരു ലക്ഷ്യം മാത്രം, ആ വൃദ്ധയുടെ ജീവൻ. അങ്ങനെ സ്വന്തം ആദ്യയാത്രയുടെ സ്വപ്നം പിന്നിലാക്കി അരുൺ ആ വൃദ്ധയെ കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയുടെ മുൻപിൽ കാർ നിർത്തിയത് മാത്രം അരുൺ സഹായത്തിനായി വിളിച്ച നഴ്സുമാർ ഓടിയെത്തി വൃദ്ധയെ സ്ട്രെച്ചറിലാക്കി അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടേക്ക് ഒരു ലേഡി ഡോക്ടർ വന്നു. ആ ഡോക്ടറുടെ പേരാണ് മീര ഡോക്ടർ വേഗം തന്നെ വൃദ്ധയെ പരിശോധിച്ചു. അരുൺ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സംഭവിച്ചതെല്ലാം പറഞ്ഞു. മഴ, വഴിയിൽ കണ്ട വൃദ്ധ, കാറിൽ കുഴഞ്ഞു വീണത് എല്ലാം. പക്ഷേ മീര ഡോക്ടർ അവനെ നിർത്തി. ഇപ്പോൾ അതൊന്നും എനിക്കറിയണ്ട, ഉറച്ച ശബ്ദത്തിൽ തന്നെ മീര ഡോക്ടർ പറഞ്ഞു. ഈ അമ്മയ്ക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. ഇപ്പോൾ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ജീവൻ രക്ഷിക്കണം. മീര ഡോക്ടർ ഉടനെ തന്നെ നിർദ്ദേശങ്ങൾ നൽകി. നഴ്സുമാർ വൃദ്ധയുടെ നെഞ്ചിൽ വയറുകൾ ബന്ധിപ്പിച്ചു. ഹൃദയത്തിൻ്റെ നില പരിശോധിച്ചു. ഓക്സിജൻ മാസ്ക് വെച്ചു. എല്ലാം ചെയ്തതിനു ശേഷം മീര ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്നാൽ അരുണാകട്ടെ കണ്ണുകൾ നിറഞ്ഞ് ആശുപത്രിയുടെ അടുത്ത് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം മീര ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് അരുണിനോട് പറഞ്ഞു, ഇപ്പോൾ വേഗിക്കാൻ സമയമില്ല. മീര ഡോക്ടറുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഈ അമ്മയ്ക്ക് ഉടനെ ചികിത്സ തുടങ്ങണം. അതിനായി
4 ലക്ഷം രൂപ വേണം. ഒരു രക്തക്കുഴൽ തുറക്കുവാനുള്ള നടപടിയാണ് ഇപ്പോൾ തന്നെ ചെയ്യണം. ആ വാക്കുകൾ കേട്ട മാത്രം അരുൺ നിശ്ചലനായി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുലുങ്ങുന്ന ശബ്ദത്തിൽ അരുൺ പറഞ്ഞു, ഡോക്ടർ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ്. ഇത്ര വലിയ തുക എനിക്കിപ്പോൾ കണ്ടെത്താൻ കഴിയുകയില്ല. അവൻ്റെ വാക്കുകൾ തീരും മുൻപേ മീര ഡോക്ടറുടെ മുഖം കടുപ്പമായി. ഇവിടെ വേദനയുടെ കഥകൾ കേൾക്കാൻ സമയമില്ല. ദേഷ്യത്തിൽ തന്നെ മീര ഡോക്ടർ പറഞ്ഞു, ഒരു വൃദ്ധയുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാനിത് പറഞ്ഞത്. പണമില്ലെങ്കിൽ ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ വാക്കുകൾ അരുണിൻ്റെ നെഞ്ചിൽ കുത്തിക്കയറ്റിയതുപോലെയായി. അവൻ്റെ മുൻപിൽ മഴയിൽ നനഞ്ഞ് കാറിൽ കുഴഞ്ഞു വീണ ആ അമ്മയുടെ മുഖം തെളിഞ്ഞു. പണമില്ലാത്തത് അവൻ്റെ കുറ്റമല്ലായിരുന്നു. പക്ഷേ ആ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അതവൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും മാപ്പ് തരുവാൻ പറ്റുകയില്ല. അരുൺ കണ്ണുകൾ തുടച്ചു. ഹൃദയം വിറച്ചു. അവൻ എന്ത് തീരുമാനം എടുക്കണമെന്ന ചിന്തയിൽ നിശ്ചലനായി നിൽക്കുകയാണ് അവിടെ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. ഒരു നിമിഷം അരുൺ കണ്ണടച്ചു. ഹൃദയം ശക്തിയായി ഇടിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങൾ അവൻ്റെ മനസ്സിൽ കടന്നുപോയി. വർഷങ്ങളായി അവർ കണ്ട സ്വപ്നം, ആ ചെറിയ കാറ്, അത് ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി വിൽക്കുവാൻ അരുൺ തീരുമാനിച്ചു. പക്ഷേ അവൻ്റെ മുൻപിൽ ആ വൃദ്ധയുടെ ജീവനായിരുന്നു പ്രധാനം. അരുൺ അങ്ങനെ ഉറച്ച തീരുമാനത്തിലെത്തി. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അവൻ സ്വയം പറഞ്ഞു, അച്ഛൻ്റെയും അമ്മയുടെ സ്വപ്നം പോലും ഞാൻ വിട്ടുകൊടുക്കും. ഒരു വാക്കും പറയാതെ അവൻ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മഴയിലൂടെ തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. കാർ വിൽക്കുവാൻ വേണ്ടി അവൻ പലരുടെ അരികിലേക്ക് ചെന്നു. പലരെയും ഫോണിൽ വിളിച്ചു. പക്ഷേ ആരുടെയും കയ്യിൽ പെട്ടെന്ന് തന്നെ ഇത്രയും തുക എടുക്കുവാനില്ല. ഒടുവിൽ ഒരു യുവാവ് അവനോട് ആ കാർ മേടിക്കാമെന്ന് ഏറ്റു. 8 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ കാർ പെട്ടെന്ന് തന്നെ പണം കിട്ടേണ്ടതിനാൽ അവന് കിട്ടിയത് 5 ലക്ഷം രൂപ മാത്രമായിരുന്നു. അവൻ ആ 5 ലക്ഷം രൂപയും വാങ്ങി. സ്റ്റിയറിംഗ് വീൽ അവസാനമായി ഒരിക്കൽ കൂടി തൊട്ടു. കണ്ണുനീർ തടഞ്ഞുകൊണ്ട് അരുൺ കാറിനെ വിട്ടു നൽകി. അടുത്ത നിമിഷം തന്നെ അവൻ ആ പണമെടുത്ത് ഓടിയെത്തി ആ വൃദ്ധയുടെ ജീവൻ കിടക്കുന്ന ആ ആശുപത്രിയിലേക്കായിരുന്നു. അരുൺ പണം ആശുപത്രിയിൽ അടച്ചു. കയ്യിലുണ്ടായിരുന്ന അവസാന രൂപ പോലും അവൻ കൗണ്ടറിൽ വെച്ചു. മണിക്കൂറുകൾ പതുക്കെ കഴിഞ്ഞു. ഓരോ നിമിഷം അവൻ്റെ നെഞ്ചിൽ കല്ല് പോലെ ഭാരമായി. അവസാനം മീര ഡോക്ടർ പുറത്തേക്ക് വന്നു. അരുണിനോട് പറഞ്ഞു, ഇപ്പോൾ ഭയപ്പെടുവാൻ ഒന്നുമില്ല. മീര ഡോക്ടർ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, എല്ലാ ചികിത്സയും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു. ആ അമ്മ ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നു. അരുൺ ഇത് കേട്ടപ്പോൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. മീര ഡോക്ടർ പിന്നെയും തുടർന്നു, ഇനി ആ അമ്മയെ മുറിയിലേക്ക് മാറ്റാം. കുറച്ച് ദിവസം ഞങ്ങളുടെ നിരീക്ഷണത്തിലിരിക്കട്ടെ. ഒരു വാക്കും പറയാതെ അരുൺ തലകുനിച്ചു. അവൻ വീണ്ടും കൗണ്ടറിലേക്ക് പോയി. കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണവും അവിടെ അടച്ചു. മുറി, മരുന്നുകൾ, പരിശോധനകൾ, ബാക്കി വേണ്ടതെല്ലാം അരുൺ തന്നെ ചെയ്തു തീർത്തു. പുറത്ത് മഴ പതുക്കെ പെയ്തുകൊണ്ടേയിരുന്നു. ആശുപത്രിയുടെ ഇടനാഴിയിൽ നിശബ്ദമായിരുന്നു അരുൺ. ഒരു കാര്യം മാത്രം അവൻ്റെ മനസ്സിൽ പറഞ്ഞു, അമ്മേ, അച്ഛാ, നിങ്ങളുടെ സ്വപ്നം ഞാൻ വിറ്റു. പക്ഷേ ആ അമ്മയുടെ ജീവൻ എനിക്ക് രക്ഷിക്കുവാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. എല്ലാം തീർന്നു. കാറില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ അരുൺ പതുക്കെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു നടന്നു. റോഡിലൂടെ നടക്കുമ്പോൾ ഓരോ ചൂടിലും അവൻ്റെ ഹൃദയം ഭാരം കൂടിയിരുന്നു. അച്ഛനും അമ്മയും കണ്ട സ്വപ്നം, ആ കാർ, അതിനി ഇല്ല. അതേസമയം വീട്ടിൽ വരാന്തയിൽ അച്ഛനും അമ്മയും സ്വന്തം മകന് വേണ്ടി കാത്തിരിക്കുകയാണ്. അച്ഛൻ പതുക്കെ ചോദിച്ചു, ഇത്രയും നേരമായിട്ടെന്താ അവനെന്താ വരാത്തത്? അമ്മയുടെ ശബ്ദത്തിൽ ആശങ്ക. അച്ഛൻ റോഡിലേക്ക് നോക്കി. കണ്ണുകളിൽ പ്രതീക്ഷ. ഇപ്പോഴെങ്കിലും കാർ വരും, അവരുടെ രണ്ടുപേരുടെയും മനസ്സ് പറഞ്ഞു. മകനെ കാണാനുള്ള കാത്തിരിപ്പ്, കാറിൻ്റെ ശബ്ദം കേൾക്കുമെന്ന പ്രതീക്ഷ, ആ രണ്ട് ഹൃദയങ്ങളും ചേർത്ത് വരാന്തയിൽ അവർ ഇരിക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ ഒരേയൊരു കാഴ്ച മാത്രമായിരുന്നു, മകൻ കാറിലിരുത്തി അവരെ ആദ്യമായി യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ആ നിമിഷം. അതുമറിയാതെ ആ സ്വപ്നം നെഞ്ചിലേറ്റി അരുൺ പതുക്കെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. അരുൺ വീട്ടുമുറ്റത്ത് എത്തി. കാറിൻ്റെ ശബ്ദമില്ലാതെ പാദച്ചുവടുകളുടെ ശബ്ദം മാത്രം. അച്ഛനും അമ്മയും ഒരു നിമിഷം ഒന്ന് ഞെട്ടി എഴുന്നേറ്റു. ചുറ്റും നോക്കി. കാർ എവിടെ? അരുണിനോട് ചോദിച്ചു. അരുൺ തല താഴ്ത്തി കണ്ണുകൾ നിറഞ്ഞു.
അവൻ നടന്നതെല്ലാം പറഞ്ഞു. മഴ, വഴിയരികിൽ കണ്ട ആ വൃത്ത ആശുപത്രി, ജീവൻ രക്ഷിക്കാൻ എടുത്ത തീരുമാനം, വിട്ടു നൽകേണ്ടി വന്ന കാർ. അവൻ്റെ ശബ്ദം ഇടയ്ക്കിടെ തകർന്നിരുന്നു. ഒരു നിമിഷം വരാന്തയിൽ പൂർണ്ണമായും നിശബ്ദത. പിന്നീട് അമ്മ മുന്നോട്ട് വന്നു. കണ്ണുകളിൽ കണ്ണുനീർ. അരുണിനെ ചേർത്ത് പിടിച്ചു. കാറ് പോയാലും മകനെ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ്റെ അമ്മ പറഞ്ഞു. നിന്റെ മനസ്സ് പോയിട്ടില്ലല്ലോ. അച്ഛനും അമ്മയും അവനെ ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ മാത്രം. ഇതാണ് ഞങ്ങൾ നിന്നിൽ ആഗ്രഹിച്ചത്, അച്ഛൻ പതുക്കെ പറഞ്ഞു. നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. കാറ് പോയാലെന്താ, നീ ഒരു ജീവൻ രക്ഷിച്ചില്ലേ, അതാണ് ഏറ്റവും വലുത്. 3 ഹൃദയങ്ങൾ ഒരുമിച്ച് ചേർന്ന ആ നിമിഷത്തിൽ ആ കാറിനേക്കാളും വലിയ സ്വപ്നം ആ വീട്ടിൽ സാക്ഷാത്കരിച്ചു. സ്നേഹത്വത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, മനുഷ്യൻ്റെ വിജയം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അരുൺ അച്ഛനെയും അമ്മയെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി. അമ്മയെ ഒരു നോക്കു കാണണം, അരുൺ പറഞ്ഞു. സുഖമുണ്ടോ എന്ന് അറിയണം. അങ്ങനെ ആശുപത്രിയിലെ ഇടനാഴിയിലൂടെ 3 പേരും നടന്നു. പക്ഷേ ആ വൃദ്ധ കിടന്നിരുന്ന മുറിയിലെത്തി നോക്കിയപ്പോൾ അരുൺ ഒരു നിമിഷം നിശ്ചലനായി. മുറി ശൂന്യം, കിടക്ക ഒഴിഞ്ഞു കിടക്കുന്നു. അരുൺ ഞെട്ടി. അമ്മയും അച്ഛനും തമ്മിൽ നോക്കി. അരുൺ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അവിടെ നിന്നിരുന്ന മീര ഡോക്ടറെ കണ്ടു. ഡോക്ടർ, ഇവിടെ കിടന്നിരുന്ന ആ അമ്മ എവിടെ? വിറയ്ക്കുന്ന ശബ്ദത്തിൽ അരുൺ ചോദിച്ചു. മീര ഡോക്ടർ അരുണിനെ ഒരു നിമിഷം നോക്കി. മീര ഡോക്ടർ മുഖത്ത് അസാധാരണമായൊരു ഗൗരവം ഉണ്ടായിരുന്നു. അരുണിന് അതറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, എൻ്റെ ഒപ്പം വരൂ. ആ വാക്കുകൾ, മീര ഡോക്ടറുടെ ആ വാക്കുകൾ അരുണിൻ്റെ നെഞ്ചിൽ ഒരു അജ്ഞാത ഭയം വിതറി. മീര ഡോക്ടർ പറഞ്ഞു തീരും മുൻപേ അവിടേക്ക് 3 പേരും കൂടി വന്നു. മീര ഡോക്ടറെ അച്ഛനും അമ്മയും, അരുൺ അന്ന് കാറിൽ കയറ്റിയ ആ വൃദ്ധയും. വൃദ്ധ മുന്നോട്ട് വന്നു അരുണിൻ്റെ കൈകൾ പിടിച്ചു. എനിക്ക് വീടില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു. പക്ഷേ ഞാനിന്ന് മനസ്സിലാക്കി, മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ വീട്. മീരയെ ഡോക്ടറുടെ അച്ഛൻ മുൻപോട്ട് വന്നു. നീ വിറ്റത് ഒരു കാർ മാത്രമാണ്, പക്ഷേ നീ നേടിയത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആദരവും വിശ്വാസവും സ്നേഹവുമാണ്. അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛനും അമ്മയും അവനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം കാറില്ലാത്തൊരു യുവാവ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യനായി മാറി. മീര ഡോക്ടർ അരുണിൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞങ്ങൾ ഈ നാടകം നടത്തിയത് ഞാൻ മുൻപേ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ പാവപ്പെട്ടവനായ മനുഷ്യത്വമുള്ള ഒരു യുവാവിനെയാണ് വിവാഹം കഴിക്കുകയുള്ളൂ എന്ന്. അരുൺ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. മീര ഡോക്ടർ പിന്നെയും തുടർന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ നാടകം ഞങ്ങൾ നടത്തിയത്, എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ. സ്വന്തം സ്വപ്നം പോലും ത്യജിച്ച് മറ്റൊരു ജീവൻ രക്ഷിക്കുവാൻ കാണിച്ച മനുഷ്യത്വം, അതാണ് ഏറ്റവും വലുത്. മീര ഡോക്ടർ ഒന്ന് ചിരിച്ചു. അരുൺ, നീ അതിൽ വിജയിച്ചിരിക്കുന്നു. അരുണും അച്ഛനും അമ്മയും അമ്പരപ്പോടെ പരസ്പരം നോക്കി. അവരുടെ കണ്ണിലെ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. മീര ഡോക്ടർ വീണ്ടും പറഞ്ഞു. അതുമാത്രമല്ല, ഈ ആശുപത്രി ഞങ്ങളുടേതാണ്. ആ വാക്കുകൾ അരുണിനെ വീണ്ടും ഞെട്ടിപ്പിച്ചു. നീ വിറ്റ ആ കാർ ഓർമ്മയുണ്ടോ? മീര ഡോക്ടർ ചോദിച്ചു. അതിപ്പോൾ ഇവിടെയുണ്ട്, ആശുപത്രിയുടെ മുൻപിൽ തന്നെ. മീര ഡോക്ടർ പതുക്കെ കൈ ചൂണ്ടിക്കാണിച്ചു. അത് വാങ്ങിയത് എൻ്റെ സുഹൃത്താണ്, ഞാൻ പറഞ്ഞത് പ്രകാരം. അരുൺ പുറത്തേക്ക് നോക്കി. അവിടെ താൻ കണ്ണുനീർ കൊണ്ട് വിട്ടു നൽകിയ അതേ കാർ. അരുണിൻ്റെ അമ്മ കണ്ണുനീർ തുടച്ച് പറഞ്ഞു. മകനെ, നീ ഞങ്ങളുടെ അഭിമാനമാണ്. അച്ഛൻ മുൻപോട്ട് വന്നു. അരുണിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇതുപോലെ മനസ്സുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് മീര ഡോക്ടറും പറഞ്ഞു. അങ്ങനെ ആ നിമിഷം അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹത്തോടെ അരുൺ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി. ആശുപത്രി മുറ്റത്ത് സന്തോഷത്തിൻ്റെ കണ്ണുനീർ വീണു. കാർ വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പക്ഷേ അതിനേക്കാളും വിലയേറിയത് അവൻ നേടിയ ജീവിത പങ്കാളിയും മനുഷ്യത്വം നിറഞ്ഞ ആ ജീവിതവുമായിരുന്നു. അങ്ങനെ സ്നേഹവും ത്യാഗവും വിശ്വാസവും ചേർന്ന ഒരു ജീവിതകഥ സന്തോഷത്തോടെ തുടരുകയാണ്.